كره المشركون بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ما لم نشأ لم يكن لا حول ولا قوة إلا بالله العلي المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم وبالوالدين والأقربين إن يكن غنيا أو فقيرا والله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن كان بما تعملون خبيرا പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل فقد قال رسول الله صلى الله عليه وسلم كلكم راع وكلكم مسؤول فالإمام راع وهو مسؤول والرجل راع على أهله وهو مسؤول والمرأة راعية على بيت زوجها وهي مسؤولة والعبد راع على مال سيده وهو مسؤول على فكلكم راع وكلكم مسؤول إلى آخر الحديث شفيعنا رسول الله ഗദാരിൽ സ്വപ്നം വിടരും റൗള തന്നിലുറങ്ങും പ്രവാചകരെ മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മീനാരമിലെ അഹദോന്റെ ദീനിൽ അണഞ്ഞവരാ അറിവിനായി എന്നും കേഴുന്നവരാ അഹദേ നിന്നാശ്രയം തന്നിടണേ അരുതാത്തതൊന്നും വിധിച്ചിടല്ലേ യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم اعلموا يا أمة محمد الله سبحانه وتعالى
അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അള്ളാഹു ദിവസത്തിന്റെയും മാസത്തിന്റെയും സമയത്തിന്റെയും ബറക്കത്ത് കൊണ്ട് റഹ്മാനെ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ദീനിന്റെ വഴിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, തന്നുകൊണ്ടിരിക്കുന്നവർ, ഭക്ഷണം തന്നവർ, ഞങ്ങളെ പരിപാലിച്ചവർ, ഞങ്ങളെ വാക്കുകൊണ്ടെങ്കിലും സഹായിച്ച മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരെങ്കിൽ അവരുടെ കബറിടങ്ങളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന പല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അവിടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ പ്രകാശം കൊണ്ട് നിറയ്ക്കണ റബ്ബേ. ദുനിയാവിൽ അവർ ചെയ്ത എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്തു മാപ്പാക്കണ റഹ്മാനെ. ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണം അല്ലാഹ്. ഫലസ്തീനിന്റെ മക്കൾക്ക് നീ ശാന്തിയും സമാധാനവും കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ഇസ്സത്തുള്ള അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ ഒരു നിയമസംഹിതയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന, അതായത് അതിന്റെ ബൈലോ എന്നുള്ളത്. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ബൈലോ, ഭരണഘടന അവിടുത്തെ സർക്കാർ അംഗീകരിക്കപ്പെടുന്നത്. അതിന്റെ 75 വർഷം പൂർത്തിയായത് ഈ കഴിഞ്ഞ നവംബർ 26-നാണ്. എല്ലാ വർഷവും നവംബർ 26-ന് ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരമായ ഒരു രാജ്യത്തിന്റെ സുന്ദരമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. അതിലേറ്റവും പ്രശംസനീയമായ ഒരു കാര്യം ഈ 75-ാം വാർഷികത്തിൽ അവിടുത്തെ സുപ്രീം കോടതി പ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. ആ ഭരണഘടനയിലെ മതനിരപേക്ഷവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ആ 1-2 പോർഷൻസ് അതിൽ നിന്നും ഒഴിവാക്കണം, 1-2 നിയമങ്ങൾ അതിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തപ്പോൾ അത് തള്ളിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ 75 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഇന്ത്യയുടെ 42ഓളം പ്രാവശ്യം അത് തിരുത്തലോടുകൂടി പാസാക്കിയിട്ടുണ്ട്. 42 തവണ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തേണ്ടതായി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ പരിശുദ്ധമായ ഖുർആൻ അല്ലാത്ത ലോകത്തേക്ക് ഇറങ്ങിയ, ലോകത്തുണ്ടാക്കിയ ഏതൊരു ഗ്രന്ഥവും മാറ്റി തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഖുർആൻ മാത്രമാണ് ലോകത്തേക്ക് ഇറക്കിയിട്ട് ഇന്നോളം ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ, ഒരു ഹർഫ് വ്യത്യാസമില്ലാതെ അതിനകത്ത് അന്ന് എഴുതി വെച്ച നിയമത്തിന് ഈ ആധുനിക യുഗത്തിൽ പോലും അതിന് ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാതെ നിലകൊള്ളുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. ബൈബിളിലും അതുപോലെ മറ്റു മതസ്ഥരുടെ ഇതര ഗ്രന്ഥങ്ങളിലുമെല്ലാം ജനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച്
അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം വ്യത്യാസം കൊണ്ടുവരേണ്ട ആവശ്യമായി വന്നിട്ടുണ്ട്. പക്ഷെ ഖുർആനിൽ മാത്രം അന്ന് എന്താണോ ഇറക്കി കൊടുത്തത് അള്ളാഹുവിന്റെ ദിവ്യശക്തിയാൽ അള്ളാഹു തആല എങ്ങനെയാണോ ഖുർആനിൽ പറഞ്ഞത് അന്ന് പറഞ്ഞ നിയമങ്ങൾക്ക് ഇന്നും ഒരു മാറ്റമില്ല. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ടെക്നോളജിയും എല്ലാം മാറിയിട്ട് ഇപ്പോൾ AI യുഗമാണ്. AI മനുഷ്യന്റെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം നോക്കിയാൽ കാണാൻ പറ്റും. കണ്ണുകൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വിസ്മയമാണ് സോഷ്യൽ മീഡിയകൾ തീർക്കുന്നത്. ഒരു കൊച്ചുകുട്ടി അവന്റെ മൊബൈൽ ഉപ്പയുടെയോ ഉമ്മയുടെയോ വീട്ടിലുള്ളവരുടെയോ മൊബൈൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവൻ കരയുന്നത് അതിനകത്തെ റീൽസുകളാണ്. വിശ്വവിസ്മയം തീർക്കുന്ന കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ 30 സെക്കൻഡ് കൊണ്ടോ 60 സെക്കൻഡുകൾ കൊണ്ടോ എന്താണ് ജീവികൾ പരിണമിക്കുന്ന വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങളുടെ കലവറയാണ് ഇന്നത്തെ വർത്തമാനകാല AI യുഗം തീർക്കുന്നത്. മൊബൈലെടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂറൊന്നും പോവാൻ ഒരു തടസ്സമില്ല. 1 മണിക്കൂർ നമുക്ക് മൊബൈൽ എടുത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 12:45 1:45 വരെ ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്നാലും തീരാത്ത പിന്നെയും 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 അത്ഭുതപ്പെടുത്തുന്ന ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ. ഈ യുഗത്തിലും ഖുർആൻ എന്ന് പറഞ്ഞ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഈ ഖുർആൻ അന്ന് പറഞ്ഞത് ഇന്നും പറയുന്നു. അന്ന് ഇറക്കിയതിൽ ഇന്നും ഒരു മാറ്റമില്ല. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിൽ മാത്രം ഇന്നേ വരെ ഈ ഖുർആൻ ഇറക്കുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ നിമിഷ കവികളായിരുന്നു. നിമിഷ നേരം കൊണ്ട് അറബിയിലെ ഏത് സാഹിത്യവും നിമിഷ നേരങ്ങൾ കൊണ്ട് രചിക്കാനും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോട് പ്രബോധനം ചെയ്യാനും കഴിവുള്ള അറബിയിലെ അഗ്രകേസരികളായ മക്ക മുശ്രിക്കുകളുടെ ഇടയിലേക്കാണ് ഖുർആൻ അങ്ങോട്ട് ഇറക്കി ചെന്നത്. ഖുർആൻ ഇറക്കിയപ്പോൾ ഇവര് വിചാരിച്ചത് എന്താ, മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കി നിർമ്മിച്ചു കൊണ്ടുവന്ന സംഭവമാണ്, ഇത് നമുക്ക് ഇപ്പൊ തന്നെ ശരിയാക്കി കൊടുക്കുക. ഇങ്ങനെ അവര് വിചാരിക്കും തോറും പിന്നെയും പിന്നെയും ഖുർആനിക വചനങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ മാസ്മരിക ലോകം തീർത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഖുർആനെ പരാമർശിക്കുകയും അതിനെ ആക്ഷേപിക്കുകയും അതിനെ കളിയാക്കുകയും അതിനെ വലിച്ചു കീറുകയും ചെയ്യും തോറും അത് മനുഷ്യന്റെ മനസ്സുകളിൽ ഇങ്ങനെ പരിവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഖുർആൻ കേട്ടുകൊണ്ടാണ്. ഖുർആനിന്റെ മാസ്മരികമായ ആ ഒരു ശബ്ദവും ശൈലിയും രൂപവും ഭാവവും എല്ലാം ആ ധീരകേസരിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു വീശിയപ്പോൾ കർണപുടങ്ങൾ ഇങ്ങനെ ലയിച്ചുപോയി. ഇതാണ് ഖുർആൻ. ഈ ഖുർആനിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വെല്ലുവിളിയും നടത്തിയിട്ടുണ്ട്. ഈ ദുനിയാവിലെ ഒരു മനുഷ്യനും എന്ന് വേണ്ട, ദുനിയാവിൽ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ആധുനിക ഫെസിലിറ്റിയും സംവിധാനങ്ങളും ഉപയോഗിച്ച് എന്തെല്ലാം നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമോ ആ ശേഖരങ്ങൾ മുഴുവനും നിങ്ങൾ ഒരുമിച്ച് കൂട്ടി ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ. നിങ്ങൾ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്കാവില്ല. ഇത് അത്ഭുതകരമായ ഗ്രന്ഥമാണ്. ഇത് ലോകവിശ്വാസികളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഈമാനികമായ പ്രഭയുടെ ഗ്രന്ഥമാണ്. ഇത് സത്യസന്ധമായ ഗ്രന്ഥമാണ്. ഇതിനെ കളവാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ലോകത്തെ ഒരൊറ്റ ശക്തിക്കും ഖുർആനിനെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല. ഖുർആനിന്റെ വെല്ലുവിളി എന്നത് അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്.
ഇതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ട് ഈ ഗ്രന്ഥത്തെയും അതിന്റെ വൃത്തിയായ ശാസ്ത്രങ്ങളെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെയും തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറയുന്നത്, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അടിമയ്ക്ക് ഞാൻ ഇറക്കിയതായ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടായാൽ, സംശയമുണ്ടാകുമെന്നറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വഇൻ കുന്തും ഫീ റൈബിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഞാൻ എന്റെ അടിമയ്ക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. ഒരുപാട് സംശയങ്ങളും സംശയങ്ങളുടെ ഒരുപാട് കോട്ടകൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. പക്ഷേ എന്നാൽ ഒരു കാര്യം ചെയ്തോ, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിത്ലിഹി, ഞാൻ ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു, നിങ്ങൾ കൊണ്ടുവാ, ബിസൂറത്തിൻ മിൻ മിത്ലിഹി, 114 സൂറത്തുകളുള്ള 6666 ആയത്തുകളുള്ള ഈ ഗ്രന്ഥത്തിലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ. വേണ്ട, മിമ്മിത്ലിഹി, ഇതുപോലെ ഒരു സൂറത്തില്ലെങ്കിൽ അതുപോലത്തെ നിങ്ങൾ കൊണ്ടുവാ. വദഉ, ഈ യുഗത്തിൽ നിങ്ങൾ ക്ഷണിച്ചോ, ശുഹദാകും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാത്ത ഏതെല്ലാം ശക്തികളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം കമ്പ്യൂട്ടർ ടെക്നോളജികൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റുമോ, എന്തെല്ലാം ആധുനിക ഫെസിലിറ്റി നിങ്ങൾക്ക് സജ്ജീകരിക്കാൻ പറ്റുമോ, അതെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കോ. എന്നാലും ഖുർആൻ പറയുന്നു, വദഉ ശുഹദാകും മിൻ ദൂനില്ലാഹ്, പക്ഷേ അല്ലാഹനെ മാത്രം കൂട്ടരുത്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധമായി പെരുമാറുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ കൂടാതെ ഇന്ന് ആധുനിക വർത്തമാന സജ്ജാണ് ഈ കാലഘട്ടത്തില് എന്തെല്ലാം ശക്തികൾ നിങ്ങൾ ഉപയോഗിച്ചാലും, വൈൻ കൊന്തും ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറല്ലദീ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ ഒരു ശക്തിക്കും സാധ്യമല്ല, ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥമോ ഒരു ആയത്തോ ഒരു ഹറഫ് ഒരു അക്ഷരം പോലും ഇന്നേ വരെ ലോകത്ത് ഒരു ശക്തിയും കിണഞ്ഞു പറിച്ച് ഒരുപാട് പരിശ്രമിച്ചു നോക്കി. മക്കാ രാജ്യത്തെ മുശ്രിക്കീങ്ങൾ തന്നെ പരിശ്രമിച്ചു നോക്കി ഒരുപാട്. ഇതിന്റെ പോലത്തെ ഒരു കോപ്പി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു ആയത്തോ ഒരു സൂറത്ത് കൊണ്ടുവരാനൊക്കെ അബൂജഹലൊക്കെ നോക്കി. അൽഫീലു മൽഫീലു അമാദറാക മൽഫീലു എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും അംഗീകരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും സുവർണമായ കാലഘട്ടം എന്നത് 40 വയസ്സാണ്. എന്ത് 20 അറിയെന്താണ്? എന്ത് 20 മുറി 30 അറിവ് 40. പിന്നെ നാളൊരു മുഖർസ പറയുന്ന ചുറി 60. അങ്ങനെയുണ്ടെന്ന്. എന്ത് 20 മുറി 30 അറിവ് 40. 40ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും ചർവണം ചെയ്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിവികാസം നടക്കുന്ന ഏറ്റവും പൂർണ്ണമായ ഘട്ടത്തിലാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ ഈ ഗ്രന്ഥം ഇറക്കി കൊടുത്തത്. ഇത് പറയാനുള്ള കാരണം മുസ്ലിമീങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികൾ വർത്തമാന കാലഘട്ടത്തിൽ വെറുതെ 5 പേരെ കഴിഞ്ഞ ആഴ്ച വെടിവെച്ച് കൊന്നു. ഷാഹി ജുമാ മസ്ജിദിൽ
സർവേക്ക് വന്ന ഉദ്യോഗസ്ഥര് ആദ്യം വന്നു, തിരിച്ചുപോയി, രണ്ടാമത് വന്നു, ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് വന്നു. സ്വാഭാവികമായിട്ടും പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരെ ഇത് കണ്ടപ്പോൾ പ്രതിഷേധിക്കുക എന്നത് സ്വാഭാവികം. നമ്മൾ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ ഇവിടെ 2-3 പേര് വന്നിട്ട് ജയ് ശ്രീരാം വിളിച്ച സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് പ്രതികരിക്കൂലേ? അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വെറുതെ പ്രതികരിച്ച പള്ളിയിലേക്ക് ആരാധന കർമ്മത്തിന് വേണ്ടി വന്ന 3 യുവാക്കളെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊന്നു. പിന്നെയും 2 പേരും കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെട്ടു. പിന്നെ അവിടുത്തെ അടുത്ത ആരോപണം പറയുക, അജ്മീറിലുള്ള ഹാജ മുഈനുദ്ദീൻ ചിസ്തിയുടെ ദർബാറിന്റെ ദർഗയുടെ അടിയിൽ ശിവക്ഷേത്രമുണ്ടത്രേ. ഇതാണ് ഇപ്പോഴത്തെ ചർച്ച. നിരപരാധികളായ പാവങ്ങളെ ചുട്ടരിച്ചു കൊന്ന് കഴിഞ്ഞ ദിവസമാണ് ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത്. എത്രയോ പാവങ്ങളെയാണ് കളഞ്ഞത്. നിരപരാധികളായ കുഞ്ഞുങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത ദുനിയാവെന്താണെന്ന് കാണാൻ കൊതിച്ച് വെമ്പൽ കൊണ്ട് ഹൃദയത്തിലേക്ക് ദുനിയാവിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴേക്കും അത്യങ്ങളെ വെടിവെച്ച് കൊന്നു. എത്രയോ ഗർഭിണികളെയാണ് കൊന്നുകളഞ്ഞത്. ആശുപത്രിയും വിദ്യാലയങ്ങളും ആക്രമിക്കാൻ പാടില്ല എന്ന അന്താരാഷ്ട്ര ശിക്ഷ എന്താണ്? ആ നിയമം കാറ്റിൽ പറത്തിയിട്ട് എത്ര വിദ്യാലയങ്ങളാണ് അവർ ബോംബിട്ട് തകർത്തത്. അഭയാർത്ഥികൾ കഴിയുന്ന ക്യാമ്പുകളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി എത്ര മുസ്ലിമീങ്ങളെയാ കൊന്നുകളഞ്ഞത്. പിന്നെയോ ഏതു മതത്തിന്റെ അനുയായികളാ? എത്രയോ മസ്ജിദുകളാണ്. പരിശുദ്ധമായ ബാബർ ചക്രവർത്തി 450ഓളം വർഷം സുജൂദ് ചെയ്ത അല്ലാഹുവിന്റെ ഭവനമായിരുന്നു ബാബരി മസ്ജിദ്. അത് തകർത്തത് എന്തിന്റെ പേരില്ല? ഫാസിസ്റ്റ് ശക്തികൾ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ കുറ്റക്കാരികളും അക്രമകാരികളുമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദിന്റെ പള്ളി മിനാരങ്ങൾ തല്ലി തകർത്തപ്പോഴും ഒരൊറ്റ അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും മണ്ണ് മുസ്ലിമീങ്ങളുടെ മണ്ണിന്റെ പുറത്താണെന്ന് പറഞ്ഞ് ഒരൊറ്റ മുസ്ലിമും ഒരു പള്ളിയിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. എന്നിട്ടും പീഡനങ്ങളും യാതനകളും പ്രയാസങ്ങളും ആരോപണങ്ങളും ഇങ്ങനെ ഫാസിസ്റ്റ് ശക്തികൾക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന മഹിതമായ സംവിധാനം എടുത്തുകളഞ്ഞ് ഇവിടെ ഒരു രാമരാജ്യമാക്കിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്തൊരൊറ്റ മുസ്ലിമിന്റെയും ഈമാൻ എന്ന മഹിതമായ ചെങ്കോട്ടയ്ക്ക് തകർക്കലോ അതിനൊരു രോമത്തിൽ പോലും ഒരു പോറൽ വരുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം അവന്റെ ഉള്ളിലുള്ളത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറയുന്നു, ഖുർആൻ ഇറക്കിയത് ഞാനാണെങ്കിൽ ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആൻ ഇറക്കിയത് ഞാനാണെങ്കിൽ എനിക്കറിയാം അതിനെ സംരക്ഷിക്കാൻ. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഖുർആനിന്റെ പേജ് വലിച്ചു കീറിയ ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ. ലോകത്ത് ഖുർആന്റെ പേജ് പരസ്യമായി വലിച്ചു കീറിയ ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ. ഈ സാധനമാണ് ഈ നാട്ടിലെ ജനങ്ങളെ വഴിപേപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ജപ്പാൻ അത് കീറിയത് മുതൽ പിന്നെ എല്ലാ ദിവസവും അവിടെ ഭൂമി കുലുക്കത്തിൽ ലോക ചരിത്രത്തില് വാർഷികം ആഘോഷിക്കുന്ന ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ജപ്പാൻ മാത്രമാണ്. ടോക്കിയോ നഗർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കൊച്ചിയുടെ സ്ഥാനം പോലെയുള്ള ഒരു നഗരമാണ് ടോക്കിയോ. 30,000 പേരുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ടോക്കിയോ നഗറിലൂടെ പോയ സമുദ്രത്തിലൂടെ പോയ കപ്പൽ 30,000 പേര് അടങ്ങുന്ന കപ്പൽ സമുദ്രത്തിന്റെ ആഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോ തന്നെ മുങ്ങിപ്പോയി. ഒരു വിവരമില്ല. ധിക്കാരം ആര് കാണിച്ചാലും പണ്ടു മുതലേ അല്ലാഹു തആല അക്രമികളെ കൈകാര്യം ചെയ്യുന്നതിൽ അല്ലാഹു തആല എങ്ങനെയാണോ അല്ലാഹുവിനെ ചതിക്കുന്നതിൽ അതിലും നന്നായി അല്ലാഹു ചതിക്കാൻ കഴിവുള്ളവനാണ്. ഒരൊറ്റ പള്ളിയും ഇവിടെ തകർക്കപ്പെട്ടാലും, ഇനി ആയിരക്കണക്കിന് പള്ളികൾ ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടാലും, ഒരു ക്ഷേത്രത്തിന്റെ മണ്ണിൽ പോയി നിന്നിട്ട് ഇത് മുസ്ലിമിന്റെ അവകാശ ഭൂമിയാണെന്ന് ഒരൊറ്റ മുസ്ലിമും ഇന്ത്യ രാജ്യത്ത് പറയില്ല. കാരണം അവന്റെ ഈമാൻ അവനെ പഠിപ്പിക്കുന്നില്ല.
യുദ്ധത്തിന് പോകുന്ന ശത്രുവിനോട് നീ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവൻ അവന്റെ ആരാധനാ കർമ്മത്തിലാണെങ്കിൽ അവനോട് നീ യുദ്ധം ചെയ്യരുത്. അവൻ നീയുമായി രണാങ്കളത്തിലേക്ക് വന്ന് മുഖാമുഖം നീയുമായി ഫേസ് ടു ഫേസ് യുദ്ധത്തിന് തയ്യാറാകുന്ന പക്ഷം മാത്രമാണ് നീ അവനോട് യുദ്ധത്തിന് പോകാവൂ എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായിയാണ് ഖാല റസൂലുള്ളാഹി. നമ്മൾ യുദ്ധത്തിന് ചെല്ലുമ്പോ ആരാധനാലയത്തിൽ ശത്രു അവന്റെ ഇബാദത്ത് അല്ലെങ്കിൽ അവന്റെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം ചെയ്യാൻ പാടില്ല. അവന്റെ പുറകിൽ നിന്ന് അവനെ ആക്രമിക്കാൻ പാടില്ല. അവന്റെ മുഖത്ത് മുറിവേൽപ്പിക്കാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴാ അവനോട് യുദ്ധം ചെയ്യേണ്ടത്? രണാങ്കളത്തിൽ നീയുമായി മുഖാമുഖം വന്ന് റെഡിയായി നിൽക്കുമ്പോഴല്ലാതെ ശത്രുവിനെ ആക്രമിക്കരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ പ്രസ്ഥാനക്കാരാണ് നമ്മൾ. അതുകൊണ്ട് എന്ത് അക്രമമാണ് ഇവിടെ നടക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ട ചർച്ചകളെല്ലാം ഇവരിങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ മാസം മദ്രസയെ കുറിച്ച്, അടുത്ത മാസം വഖഫിനെ കുറിച്ച്, അടുത്ത മാസം പള്ളികളെ കുറിച്ച്, അടുത്ത മാസം തലാഖിനെ കുറിച്ച്, അടുത്ത മാസം മുസ്ലിമീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ആരാധനാലയങ്ങളെ കുറിച്ച് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമിനെ വേട്ടയാടുന്നതിൽ ഹരം കൊണ്ടിരിക്കുകയാണ് ഫാസിസ്റ്റ് ശക്തികൾ. മുസ്ലിമിനെ ഇങ്ങനെ വേട്ടയാടി അവസാനം മുസ്ലിമീങ്ങളെ എല്ലാം മാനസികമായി തളർത്തി മുസ്ലിമീങ്ങളെല്ലാം പ്രയാസപ്പെട്ട് ഇന്ത്യ രാജ്യം വിട്ടുപോകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇവിടെ കിടന്ന് മരിക്കലല്ലാതെ ഈ നാട് വിട്ടൊന്നും ഒരിക്കലും ഒരാളും പോവില്ല. ജനിച്ച മണ്ണ് എന്നത് അത് ഉമ്മയാണ്. ഹുബ്ബുൽവത്തിന് മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം നിന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഈ രാജ്യം എന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതമായ നിയമനീതി പീഠമാണ് ഇവിടത്തെ ബൈലോ എന്നുള്ളത്. അതനുസരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ നിയമമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ, ഒരിക്കലും നീ അക്രമങ്ങൾ കാണിക്കരുത്. മറ്റുള്ളവന്റെ ദേവാലയങ്ങളിൽ പോയി അക്രമം നടത്തരുത്. അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. മറ്റുള്ളവന്റെ ദൈവങ്ങളെ നീ ആക്ഷേപിക്കരുത്, അത് നിഷിദ്ധമാണ്. കാരണം നിന്റെ ദൈവത്തെയും അവൻ ആക്ഷേപിക്കുന്നതാ. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ മതങ്ങളുടെ ദൈവങ്ങളെയും ദൈവിക ചിഹ്നങ്ങളെയും നീ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത്. കാരണം അവർ നമ്മുടെ ദൈവങ്ങളെയും നമ്മുടെ അള്ളാഹുവിനെ അവർ കളിവാക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ എത്രമാത്രം ബഹുമാനിക്കാമോ അത്രമാത്രം നമ്മൾ ബഹുമാനിക്കണം. മദീന പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ പള്ളിയിൽ മലമൂത്ര വിസർജനം നടത്തിയ മുസ്ലിമിന്റെ നേരെ ഊരിപ്പിടിച്ച വാളുമായി പാഞ്ഞെടുത്ത സഹാബിയോട് അരുത് പോകരുത്, തൊട്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് നാം. അവിശ്വാസിയാണ്. പള്ളിയിൽ കയറിയപ്പോ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവൻ അറിയാതെ മൂത്രമൊഴിച്ചുപോയി. ശത്രുക്കൾക്ക് ദേഷ്യം വന്നു. ഊരിപ്പിടിച്ച വാളുമായി അവന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞപ്പോൾ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തിയ പ്രവാചകന്റെ ഉമ്മത്താണ് നാം. അജ്മീർ ദർഗ 900 വർഷത്തോളമായി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഗേഹമാണ്. ഒരുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദിരാഗാന്ധി മുതൽ ഇവിടത്തെ ഇപ്പോഴത്തെ ഭരണകർത്താവായ നരേന്ദ്രമോദി വരെ ആ ദർഗയിലേക്ക് പുതപ്പുകൾ അഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അഴിച്ചു കൊടുത്തവരാണ്. പേർഷ്യയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. മഹാനായ മുഹ്യിദ്ദീൻ ചിശ്തി അജ്മീരി ജനിക്കുന്നത് പേർഷ്യയിലാണ്. പേർഷ്യയിൽ നിന്നും ഇവിടെ വന്ന് സൂഫിയാക്കളിൽ സൂഫിയായ പണ്ഡിതനാണ്, കറകളഞ്ഞ ആലിമാണ്. അത്ഭുതങ്ങളുടെ കലവറയാണ് അവരുടെ കറാമത്തുകൾ.
എല്ലാ ജാതി മതഭേദമന്യേ ആ ദർബാറിൽ വന്നുകൊണ്ട് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തിപ്പോകാറുണ്ട്. ഇന്നോളം ഒരാൾക്കും ഒരു സംശയമില്ല, ഒരാളെയും പറ്റിച്ച് പിടിച്ചു പറിച്ച ഭൂമിയല്ല. ഇവിടത്തെ ഔറംഗസീബിനെ പോലെയുള്ള രാജാക്കന്മാരുടെ കാലത്തും മക്ബറ അവിടെ നിലനിന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഫാസിസ്റ്റുകൾ പറയുന്നു അതിനടിയിൽ ശിവക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും അടിയിൽ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് വാദിച്ചാലും ഇന്ത്യ രാജ്യത്തെ നല്ല ലോകത്തെ ഒരൊറ്റ അമ്പലത്തിന്റെയോ പള്ളെന്താണ് ഒരൊറ്റ വിഗ്രഹത്തിന്റെയോ അടിയിൽ മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുകയില്ല. അതിനവന്റെ ഈമാൻ അനുവദിക്കുകയില്ല. എന്തെന്ത് ആക്ഷേപങ്ങൾ വന്നാലും, എന്തെന്ത് ശിക്ഷകൾ വന്നാലും, എന്തെന്ത് കുറ്റകൃത്യങ്ങൾ വന്നാലും, കോടതിയുടെ ഭാഗത്ത് എന്തെന്ത് അനീതികൾ വന്നാലും, മുസ്ലിമിനെ വേട്ടയാടുന്ന പ്രശ്നങ്ങൾ വരുമ്പോ മുസ്ലിമിന് അനുകൂലമായി വിധിക്കേണ്ടതിന് പകരം മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെന്ത് വിധികൾ ഇവിടുത്തെ കോടതികൾ പുറപ്പെടുവിച്ചാലും ഈമാനുള്ള മുസ്ലിമേ, നിന്റെ ഈമാനിന് കോട്ടം വരുത്തല്ലേ. 5 നേരം നിസ്കരിക്കണേ. വ്യക്തികളിൽ നിന്നും തുടങ്ങട്ടെ. പരിവർത്തനം അവിടെയാണ് വേണ്ടത്. നിങ്ങൾ ദുഃഖിതരാകുകയില്ല, നിങ്ങൾ നിന്ദ്യരാകുകയില്ല. നിങ്ങൾ ദുഃഖിതരാവുന്നതല്ല, നിങ്ങൾ നിസ്സാരനാവുകയില്ല. ഇൻകൊന്തും നിങ്ങൾ പൂർണ്ണ മുഅ്മിനാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ തഖ്വയോടെ ഭയഭക്തിയോടെ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണോ, നിന്റെ ഈമാനിനെ തകർക്കാൻ ലോകത്തൊരു ബോംബുകൾക്കും സാധ്യമല്ല. നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, കൊല്ലാൻ കഴിഞ്ഞേക്കാം. ചിലപ്പോ മണ്ണിനടിയിലിട്ട് JCB ആക്ട് കൊണ്ട് നിന്റെ വീടുകൾ തകർക്കാൻ കഴിഞ്ഞേക്കാം, നിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പൊന്നുമോനെ, നിന്റെ ഹൃദയത്തിന്റെ അടിത്തളങ്ങളിൽ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ജവാബ് കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന മുസ്ലിമേ, നിന്റെ ഈമാനിനെ തകർക്കാൻ ഒരാരോപണങ്ങൾക്കും സാധ്യമല്ല. ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്തൊരു ഫാസിസ്റ്റ് ശക്തിക്കും അതിന് കഴിയുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്താരോപണങ്ങൾ വന്നാലും അള്ളാഹുവിനേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തുകൊണ്ട് അതിനെ നേരിടണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മുഅ്മിനീങ്ങൾക്ക് സമാധാനവും ശാന്തിയും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2 സഹോദരന്മാർ സംഭാവന, പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരൻ സംഭാവന, കുട്ടിയുടെ അസുഖം മാറാൻ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന. നമ്മുടെ നേരത്തെ ഈ പള്ളിയിൽ മുഅദ്ദിനായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഇരുമ്പുപാലം സ്വദേശിയായ ഒരു മുഅല്ലിം, ഇവിടെ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അസുഖം വന്ന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണ്. മൂലയിലും മഹലിലും അദ്ദേഹം മുഅദ്ദിനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സഹായം തേടി ഇവിടെ വന്നിട്ടുണ്ട്. ശരീരത്തിലെ ഹാർട്ടിന് ബുദ്ധിമുട്ടായി, ഓപ്പറേഷനും സർജറി എല്ലാം കഴിഞ്ഞ് സ്ട്രോക്കൊക്കെ വന്നു. അപ്പൊ അദ്ദേഹം നമ്മുടെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. ജുമുഅ നിസ്കാരം കഴിഞ്ഞു പോകുന്നു. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. അതുപോലെ എല്ലാ മാസവും ഈ ജമാഅത്തിൽ നടന്നു വരുന്ന സ്വലാത്ത് ഈ ഞായറാഴ്ചയാണ്. എല്ലാവരും അത് ഓർത്തിരിക്കുക, അതിൽ പങ്കെടുക്കുക. അതുപോലെ മയ്യത്ത് നിസ്കരിക്കാൻ നേര്യമംഗലം കുറുമാട്ടുകുടിയിൽ മുഹമ്മദ് ഭാര്യ ഫാത്തിമ, പായിപ്പറ ഇറക്കൽ ബീവി എന്ന സഹോദരി, അതുപോലെ മുടിക്കൽ കരയിലിൽ ജമീല, അതുപോലെ വട്ടത്തറ ഖദീജ, അതുപോലെ മുളന്തിക്കൽ ഫാത്തിമ, അങ്ങനെ സഹോദരിമാർക്ക് മയ്യത്ത് നിസ്കരിക്കാനുണ്ടല്ലോ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമുർറാഹിമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പള്ളിയിലേക്ക് ചെയ്ത സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെന്ത് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഹദിയകൾ ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കബറിടങ്ങൾ നീ സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റണേ റബ്ബേ. ദുനിയാവിൽ അവർ ചെയ്ത എല്ലാ പാപങ്ങളും കുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എന്ത് മുറാദാണെങ്കിലും നീ ഹാസ്യനാക്കണേ അല്ലാഹ്. എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ റബ്ബേ. കച്ചവടത്തിലും കുടുംബത്തിലും സന്തോഷം കൊടുക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണ റഹ്മാനെ. കുട്ടിയുടെ അസുഖം എന്താണെങ്കിലും ശിഫയാക്കണ റബ്ബേ. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ ശിഫയാക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നീ ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കൺകുളിർമേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ പകരം കൊടുക്കണം അല്ലാഹ്. ആ കുടുംബങ്ങളിൽ നിന്നും ദാരിദ്ര്യം നീ തുടച്ചു നീക്കണ റഹ്മാനെ. ദീനിന്റെ വഴിയിൽ ഞങ്ങളെ സഹായിക്കുന്നവരെ, ഈ ദീനീ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ കബൂലാക്കണം അല്ലാഹ്. ഈ പള്ളിയുടെ ബക്കറ്റ്